ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായല്ലോ എന്ന്. എന്താ ചെയ്യാനാ, ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പം ഇങ്ങനെ സാരിയൊക്കെ ഓരോന്ന് തപ്പിപ്പറക്കി എടുത്ത് ഉടുത്ത് റീലൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സാരിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാം. അപ്പം അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ ചെയ്യണമെങ്കിൽ സാരിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം. ഇന്ന് ഒതുക്കാൻ ഒന്നും പറ്റണില്ല, കാരണം അതിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തോ കുത്തിപ്പൊക്കി എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയോ. പിന്നെ ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്ന മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മെഡിസിനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. കാരണം എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഈ മരുന്ന്. എനിക്ക് തന്നെയാണെങ്കിൽ സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നപ്പം എനിക്ക് ഡോക്ടർ തന്ന മരുന്നാണ്. അപ്പം ഞാൻ ഇതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫേസിലിടുന്നത്. എനിക്കിതുകൊണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഫേസ് ഭയങ്കര ഡാൻഡ്രഫൊക്കെ അടിച്ച് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എനിക്കിത് വെച്ചിട്ട് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്തൊരു സംഭവമാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞാനപ്പോൾ ഇതാണിപ്പോൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വീക്കിലേക്ക് യൂസ് ചെയ്ത് ഞാൻ എന്നും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യും. ഫേസിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പുറത്ത് പോകുന്നത്. അതുപോലെ തന്നെ സൺസ്ക്രീനൊക്കെ എല്ലാം സെയിം തന്നെയാണ്. എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. അതൊന്ന് അബ്സർവ് ആവാൻ വേണ്ടി ഞാൻ നല്ലോണം മസാജ് ചെയ്യും. എന്നിട്ട് തേക്കാൻ പോകുന്നത് സൺസ്ക്രീനാണ്. ഇതും എനിക്ക് സൂപ്പറാണ്. ഇത് നല്ല ഓയിൽ കൺട്രോളിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ് ഭയങ്കര ഓയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസിലൊക്കെ ഒന്ന് തേച്ചൊക്കെ പിടിപ്പിച്ച് അങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടം. ഇങ്ങനെ കുത്തായിട്ട് ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗിയാണ്. അങ്ങനെ പിന്നെ കണ്ണാടിയിലൊക്കെ ചുമ്മാ ഇരുന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് നോക്കി. പിന്നെ ഞാൻ ലിപ് ബാം തേച്ചു. ഞാൻ ലിപ് ബാമാണ് ഫസ്റ്റ് തേക്കുന്നത്. എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ലിപ് ബാം തേക്കും ആദ്യം. ലിപ് ബാം തേച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് തേക്കാറ്. അപ്പം അങ്ങനെ ലിപ് ബാമൊക്കെ തേച്ച് ആക്കി ഇങ്ങനെ ഉണ്ട്, കൊള്ളാമോ? പോട്ടെ. അപ്പം എനിക്കിങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ അനക്കിയിരിക്കും. അതിന് തന്നെ സമയം പോവും. പിന്നെ ആ ചുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നത് തേച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് തേക്കാറ്. പിന്നെ ഇത് മാക്ഡോണൽ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം നിങ്ങൾ എൻ്റെ ലിപ്സ്റ്റിക്ക് തേക്കുന്ന കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതെന്തിനാ പിന്നെ ഈ പെണ്ണ് ലിപ്സ്റ്റിക്ക് തേക്കുന്നേ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കര വലിച്ച് ലിപ്സ്റ്റിക്ക് തേക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് തേച്ചിട്ട് ഞാൻ കൈവച്ച് തന്നെയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പം അതിനകത്തുള്ളത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒത്തിരി അങ്ങ് ഷെയ്ഡാവും. അപ്പം പിന്നെ ഞാനിങ്ങനെ ഒരുങ്ങി കൊണ്ടുവരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ മുടി കെട്ടിയിട്ട് വരാം. പിന്നെ പൊട്ടും തൊട്ടു ഇനി മുടി കെട്ടിയിട്ട് വരാം. അങ്ങനെ ഒരുങ്ങിയതാണ്ടേ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.